ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് ടേം എക്സാം, അതായത് ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് ഇന്ന് നമ്മളുടെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഹിന്ദിയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. ആൻസർ മാത്രമേ ഞാൻ കൂടുതൽ വായിക്കുള്ളൂ, ക്വസ്റ്റ്യൻ അധികം ഫോക്കസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗർ पेड़ और तारे की याद लोकदा का ये अंश पढ़े और एक से 3 तक के प्रश्नों के उत्तर लिखे. തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് 1 മുതൽ 3 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. അപ്പം നോക്കാം. ആദ്യ ചോദ്യം സഹി വികൽപ്പ് ചുൻകർ ലിഖേ. തും പ്ലസ് ക തുമാര ആണ് സഹി വികൽപ്പ് കേട്ടോ. ഇതാണ് റൈറ്റ് ആൻസർ വരിക. 2 ഭായി ബഹൻ കഹാ ജാന ചാഹത്തെ ഹെ ക്യോം. ഇതിൻ്റെ ആൻസർ പറയാം. 3 ലോകകഥ കെ ഇസ് പ്രസംഗ് കെ ആധാർ പർ പട്കഥ ക ഏക് ദൃശ്യ ലിഖേ. അപ്പോൾ ഇത് വായിച്ചുകൊണ്ട് ഒരു പട്കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അഭിഭാവകോം സെ അപ്നെ ഘർ ജാനെ കി അനുമതി ന മിൽനെ പർ ലഡ്കി ബഹുത് ദുഃഖി ഹോ ജാത്തി ഹെ. ലഡ്കി കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അപ്പോൾ ലഡ്കിയുടെ ആ ദിവസത്തെ ഡയറിയും നമുക്ക് എഴുതണം. അപ്പോൾ 2ഉം 3ഉം നമുക്ക് ആദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇത്. ആദ്യത്തേൻ്റെ ഉത്തരം കേട്ടോ, തുമാര എന്നുള്ളത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തതിൻ്റെ ആൻസർ ബായി ബഹൻ അപ്ന ഘർ ജാന എന്നാണ് കേട്ടോ. ഒരു പറയുന്നുണ്ട്, ജാന ചാഹത്തെ ഹെ क्योंकि उन्हें अपने माता पिता और घर की बहुत याद आती है, वे उनसे मिलना चाहते हैं. ഇതാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ. മൂന്നാമത്തെ പട്കഥയാണ്. അപ്പോൾ നമ്മൾ ദൃശ്യ 1 സീൻ 1 കൊടുക്കുക. എവിടെയാണ് സ്ഥാൻ കൊടുക്കുക? അഭിഭാവകോം കാ ഘർ, അന്തർ കാ കമര. സമയം കൊടുക്കുക. ഷാം കാ വക്താണ്, ഈവനിങ് ടൈം ആണ്. ഭായി और बहन अभिभावकों के सामने हाथ जोड़कर खड़े हैं, अभिभावक बैठे हुए हैं. അപ്പോൾ ഈ ഭായും ബഹനും അവിടെ നിൽക്കുന്നുണ്ട്, അഭിഭാവക് അവിടെ ഇരിക്കുകയാണ്. ഈവനിങ് ടൈം. ഭായി പറയണു വിനമ്രദാസ്യ, ഭയങ്കര പൊളൈറ്റായിട്ട്, അഭിഭാവക് ജി ഹം ആപ്സെ കുഷ് കഹന ചാത്തേ ഹേ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അഭിഭാവക് ഹസ്തേ ഹുയെ, ചിരിച്ചുകൊണ്ട്, ഹാ ബോലോ ബച്ചോ ക്യാ ബാത് ഹെ, ആ പറയൂ എന്താ കാര്യം. അപ്പോൾ ബഹൻ ഹമേ അബ് അപ്നെ ഘർ ലൗട്ട്നെ ചാഹിയെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഹം ആപ്സെ ഇസ്കി അനുമതി ചാത്തേ ഹേ, അതിൻ്റെ ആ പെർമിഷൻ തരണം. അപ്പോൾ അഭിഭാവക് ആശ്ചര്യചകിത് ഹോക്കർ ഹസി റോക്തെ ഹുയെ, അപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടുകൊണ്ട് ആശ്ചര്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട്, പതാ ഹെ തുമാര ദേശ് യഹാ സെ കിതനി ദൂർ ഹെ, കേസെ പഹുഞ്ചോങ്കി, നിങ്ങളുടെ ദേശം ഇവിടുന്ന് അകലെയാണ്, എങ്ങനെ പോകും. അപ്പോൾ ബായ് ദൃഢദാസ്, ബായ് പറയാണ് ഭയങ്കര കോൺഫിഡൻസോടു കൂടി, ഹം കിസി തര പഹുഞ്ചായെങ്കിൽ, ഞങ്ങൾ എങ്ങനെയെങ്കിലും പൊക്കോളാം. ഭലേ ഹി ഇസ്മേ ബഹുത് ദിൻ ലഗ് ജായ്, ഇപ്പം തന്നെ കുറച്ചധികം ദിവസമായി, കുറച്ചധികം ദിവസമായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിക്കോളാം എന്നാണ് പറയണം കേട്ടോ. അഭിഭാവക് ഏക് ദൂസരേക്കോ ദേഖ്തേ ഹെ, അഭിഭാവക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണു. ഇതാണ് ആദ്യത്തെ ഇത്. ഇനി അഥവാ ആണ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തതിൻ്റെ ആൻസർ പറയാം. പട്കഥ ഇത്രയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഓർ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തേൻ്റെ ഓർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളൊരു ദിനാങ്കം ദിനും കൊടുക്കുക, ഒരു ഡേയും ഡേറ്റും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ, അതാണ് ഞാൻ അവിടെ കൊടുക്കാതിരുന്നത്. आज का दिन बहुत उदास था, हमने अभिभावकों से अपने घर जाने की अनुमति मांगी, लेकिन उन्होंने मना कर दिया और हंसने लगे. उन्होंने कहा कि हमारा देश बहुत दूर है. मुझे बहुत बुरा लगा. क्या हम कभी अपने माता पिता से नहीं मिल पाएंगे? ഇതിൽ मिल पाएंगे ഉണ്ട് കേട്ടോ. भाई ने कहा हम पहुंच जाएंगे, पर मुझे डर लग रहा है. आज रात नींद नहीं आएगी. काश हम घर जा पाते. ഓക്കെ, അപ്പോൾ ഇതാണ് അന്നത്തെ ദിവസത്തെ ഡയറി. ഇപ്പോൾ 3 കഴിഞ്ഞു കേട്ടോ, 2ഉം 3ഉം കഴിഞ്ഞു. ഇനി അടുത്തത് സൂചന തന്നിട്ടുണ്ട്. ഗർ കഹാനി കാ അംശ പഠേ ഓർ 4 से 6 तक की प्रश्नों के उत्तर लिखे. ഗർ എന്ന കഹാനിയിലെ ഈ സെൻറ്റൻസുകൾ വായിച്ച് 4 മുതൽ 6 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ്. ആദ്യം 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇതാണ് കേട്ടോ. മുഹ്സെ ആവാസ് ന നിക്കൽന എന്നുള്ളതാണ് ആൻസർ വരിക. മുഹ്സെ ആവാസ് ന നിക്കൽന 4ത്തിൻ്റെ ആൻസർ ആണ്. ഇനി 5ാമത്തതിൻ്റെ ആൻസർ ചിപ്കലീനെ ശ്രീമതി ശാന്തിദാസ് കോ ക്യോം
अशांति दास कहा होगा? അതിന്റെ ആൻസർ क्योंकि श्रीमती शांति दास छिपकली को देखते ही चिल्लाती थी, मुझे भागती थी. ओके. आरामते श्रीमती शांतिदास के घर का अनुभव छिपकली अपने दोस्त को बताती है. छिपकली और दोस्त के बीच की बातचीत लिखे. അപ്പോൾ ചിപ്കലിയും ഒരു ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. पर छिपकली, अरे यार मैं कुछ दिन पहले श्रीमती शांतिदास के घर पर रुकी थी. दोस्त, ओ कैसा अनुभव रहा? എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ചിപ്കലി, बहुत ही बुरा, നല്ലതേ ആയിരുന്നില്ല. वह तो पूरी अशांतिदास थी, मुझे देखते ही डर के मारे चिल्लाने लगती थी. അപ്പോൾ അവർ ഊയിന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അവർ ഈ പല്ലി, ചിപ്കലി ഇവരുടെ പല്ലിയാണ്, അതിനെ കണ്ടതും ഇവർ പേടിച്ച് നിലവിളിക്കുകയാണ്. ദോസ്ത്, സച്ച് മേ ഫിർ ക്യാ ഹുവാ? ശരിക്കും പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ ചിപ്കലി, उनकी गिग्गी बंद जाती थी और वह अपने बेटे सुशांतों को मुझे भगाने के लिए बुलाती थी. मैं तो किसी तरह वहां से जान बचाकर भागी. दोस्त, लगता है तुम्हें अब कोई दूसरा घर ढूंढना पड़ेगा. അപ്പം നിനക്കിനി വേറെ ഒരു വീട് തിരയണം തോന്നുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതാണ് കോൺവെർസേഷൻ. 6ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് അടുത്ത സൂചന ഗാന്ധിജിയുടെയാണ്. जब गांधी जी की घड़ी चोरी चली गई, लेख का ये अंश पढ़े और 7 से 9 तक के प्रश्नों के उत्तर लिखे. ओके. അപ്പോൾ ഗാന്ധിജിയെ റിലേറ്റ് ചെയ്തിട്ട് ലോർഡ് മൗണ്ട് ബാറ്റൻ उनसे बड़ी बड़ी राजनीति की बातें कर रहे थे और गांधी जी बड़े अनमनेपन से हा हू किया जा रहे थे. आखिर माउंट बैटन ने पूछा कि क्या बात है? गांधी जी बोले, इस कूलर को प्लीज बंद कर दीजिए, मुझे सर्दी लग रही है. इस तरह अपनी शान दिखाने का पहला मौका वाइसरॉय से छीन गया. ഈ പാരഗ്രാഫ് വായിച്ച് 7ാമത്തെ ചോദ്യം നമൂനയ്ക്ക് അനുസാർ ലിഖിയാണ്. ആൻസർ എന്താണ്? ഇതുപോലെ എഴുതാനാണ് കേട്ടോ. ലഡ്ക ബാത് കർത്താ ഹെ, ഇവിടെ ലഡ്ക ബാത് കരേഗ ആയി. മൗണ്ട് ബാറ്റൻ की पत्नी तैयारी करती है, മൗണ്ട് ബാറ്റൻ की पत्नी तैयारी करेगी ആയിട്ടുണ്ട്. അടുത്തത് 8ാമത്തെ ചോദ്യം, കൂളർ को बंद करने को कहकर गांधीजी वाइसरॉय को क्या संदेश देना चाहते थे? അപ്പോൾ കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഗാന്ധിജി വൈസ്രോയ്ക്ക് എന്ത് സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്? 9. അതുപോലെ തന്നെ വൈസ്രോയി ഭവൻ की चाय पार्टी के बारे में बताते हुए मित्र के नाम गांधीजी का पत्र. അപ്പോൾ ഫ്രണ്ടിന് ഗാന്ധിജി എഴുതുന്ന ഒരു ലെറ്റർ. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, संकेतों की मदद से गांधीजी का व्यक्तित्व विषय पर लघु लेखी. ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട്, ആ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു ലഘുലേഖനം. അപ്പോൾ 8, 9 നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, कूलर को बंद करने को कहकर गांधीजी वाइसरॉय को यही संदेश देना चाहते थे कि ठंडे कमरों में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकेगी. 9ാമത്തെ മിത്ര के नाम गांधीजी का പത്രാണ്. നിങ്ങളൊരു സ്ഥാനം ഒരു डेटुम കൊടുക്കുക. प्रिय मित्र, सब प्रेम नमस्कार. आशा है तुम स्वस्थ और प्रसन्न हो. आज मैं तुम्हें वाइसरॉय भवन से आयोजित चाय पार्टी के अपने अनुभव के बारे में लिख रहा हूँ. जब वाइसरॉय ने मुझे चाय पर आमंत्रित किया तो मैं अपने साधारण वस्त्रों में ही वहाँ पहुँचा. हमें हार्दिक स्वागत मिला. ഞാൻ എൻ്റെ സാധാരണ ഡ്രസ്സിൽ തന്നെയാണ് പോയത്. അവർ ഞങ്ങളെ വെൽക്കം ചെയ്തു. वाइसरॉय भवन की यात्रा रेलगाड़ी में थी. ട്രെയിനിലാണ് പോയത്. यात्रा करते समय मेरी प्यारी घड़ी चोरी चली गई थी. അപ്പോൾ ആ വാച്ച് കളവ് പോയി. उस पर मैं अफसोस से पड़ गया था. मैंने इस विषय को बढ़ा चढ़ाकर वाइसरॉय के सामने पेश किया क्योंकि मुझे ये आशय जताना था कि जिस ब्रिटिश राज्य का दुनिया के सामने इतने टोल पीटता हो और गुण गाता हो, उसमें मेरी पुरानी घड़ी भी सुरक्षित नहीं. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ എൻ്റെ പഴയ വാച്ച് പോലും സേഫ് അല്ല. ഓക്കെ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട്, വൈസ്രോയോട് ഗാന്ധിജി ഈ വിഷയം പറയുന്നുണ്ട്, ഇത് മോഷണം പോയ കാര്യം. मैं अपने साथ अपना नाश्ता भी ले गया. ये मेरा स्वभाव है कि मैं सादगी और आत्मसम्मान को सबसे ऊपर रखता हूँ. हम भारतीय अपनी मेहनत का फल गाते हैं ना. मुझे वही एक ठंडे कमरे में बिठा दिया. എന്നെ ഒരു തണുപ്പുള്ള റൂമിൽ കൊണ്ടിരുത്തി. वह बहुत असहज लग रहा था. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരുന്നു അത്. मैंने रूम कूलर को बंद कर दिया. ആ റൂം കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഗാന്ധിജി. इसे मैं सही संदेश देना चाहता कि ठंडे कमरों में बैठकर हिंदुस्तान ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഹിന്ദുസ്ഥാനാണ്. हिंदुस्तान पर हुकूमत नहीं की जा सकेगी.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ജവാബ് കി പ്രതീക്ഷ രഹേഗി, തുമാരാ മിത്ര, ഹസ്താക്ഷർ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, സേവാമയ അഡ്രസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടി കൂട്ടിച്ചേർത്താം, ഞാനിതിവിടെ നിർത്തിയെന്ന് മാത്രം. ഇനി നമുക്ക് ലഘുലേഖാണ്. ലഘുലേഖ और क्वेश्चन आना अदल्लेंगिल ई लघुलेख. महात्मा गांधी भारत के महान नेता और स्वतंत्रता संग्राम के प्रगो मार्गदर्शक थे. उनका व्यक्तित्व अत्यंत सरल, सच्चा और प्रेरणादायक था. वे सादा जीवन और उच्च विचार में विश्वास रखते थे. उनके पहनावे, गान पान और रहन सहन में सादगी स्पष्ट दिखाई देती थी. नाश्ता उनकी सादगी प्रकट करती है. गांधी जी का व्यक्तित्व सादगी, निष्ठा और देश प्रेम की एक अनूठी मिसाल था. उनका जीवन अत्यंत सादगी से भरा था और वे बौद्धिक सुख सुविधाओं तथा दिखावे से कौ से दूर थे. वाइसरॉय भवन जैसे आलिशान जगहों पर भी वे अपनी स्वाभाविक दिनचर्या और आवश्यकताओं को प्राथमिकता देते थे. जैसा कि कूलर बंद करवाने की घटना से स्पष्ट होता है, उनके जीवन का हर क्षण देशहित पर केंद्रित था. उन्होंने अपनी पूरी जीवन शैली को निष्ठापूर्ण और अनुशासित रखा. वे हमेशा मेहनत और परिश्रम के महत्व पर जोर देते थे, जिसे उन्होंने अपने जीवन में भी उतारा. उनका व्यक्तित्व इन्हीं सिद्धांतों का एक जीता जागता उदाहरण था. नेक्स्ट നമുക്ക് വരുന്നത് फुटबॉल के दिल का राजा ले का ये अंश पढ़े और 10 से 12 तक के प्रश्नों का उत्तर लिखे. ഈ രണ്ട് സെന്റൻസ് വായിച്ച് 10 മുതൽ 12 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം. 10 എന്താ? സഹി വാക്യ കോൻസാ ഹെ. ഉത്തരം പെലെ സുന്ദർ ഫുട്ബോൾ ഖേൽത്തെ थे ആണ് റൈറ്റ് ആയിട്ടുള്ളത്. 11 പെലേനെ ലോഗോം കാ മൻ ജീത് ലിയാ താ കൈസെ. എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ വിജയം കണ്ടെത്തി എന്നൊക്കെ പറയില്ല, എങ്ങനെയാണ് മനസ്സ് ജയിച്ചതെന്ന് ചോദിക്കുന്നു. 12 दिसंबर 29 को पेले की स्मृति दिवस पर आपके विद्यालय में फुटबॉल मैच आयोजित है, इसलिए इसके लिए പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ പെലെയുടെ റിമംബറൻസ് ഡേ 29-ാം തീയതി നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫുട്ബോൾ മാച്ച് വെക്കുകയാണ്, അതിൻ്റെ ഒരു പോസ്റ്റർ റെഡിയാക്കണം. അല്ലെങ്കിൽ 12 ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. April 7 विश्व स्वास्थ्य दिवस है, खेलकूद स्वास्थ्य के लिए लाभदायक है, ये संदेश देते हुए इसके प्रचार के लिए പോസ്റ്റർ തന്നെയാണ്. അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേ ആണ് April 7. അപ്പോൾ നമ്മൾ ഈ ഖേൽകൂത്ത്, നമ്മൾ കളി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പ്ലേയിങ് ഗെയിംസ്, അതൊക്കെ ഖേൽകൂത്ത് ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്നുള്ള സന്ദേശമാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് പോസ്റ്ററിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കാം. 11 നോക്കൂ. 11-ാമത്തതിന് ആൻസർ പെലെ സുന്ദർ, 10-ാമത്തതിന് ആൻസർ ആണ് കേട്ടോ ഇത്. പെലെ സുന്ദർ ഫുട്ബോൾ ഖേൽത്തെ थे. 11 पेले के हुनर और मुस्कान ने इन्होंने लोगों के दिलों में जगह दिला दी. ഇനി 12-ാമത്തെയാണിത് പോസ്റ്റർ. പെലെ സ്മൃതി ദിവസ് 29 दिसंबर 2025 വിശേഷ് മൈത്രി പൂർണ്ണ മാച്ച് സർക്കാരി ഉച്ചതർ മാധ്യമിക് വിദ്യാലയ. സ്ഥലത്തിന്റെ പേര് കൊടുത്തോളൂ, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. विश्व फुटबॉल के महान खिलाड़ी फुटबॉल के दिल के राजा पेले की स्मृति में एक रोमांचक फुटबॉल मुकाबले का आयोजन. उद्घाटन IM വിജയൻ. പ്രസിദ്ധ ഭാരതീയ ഫുട്ബോൾ കിലാടി സബീക ഹാർദിക് സ്വാഗത്. അപ്പോൾ 12 ഈ പോസ്റ്റർ തയ്യാറാക്കാം, അല്ലെങ്കിൽ അഥവാ ഓർ ഉണ്ട്. 12ന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ. വിശ്വ സ്വാസ്ഥ്യ ദിവസ് 7 अप्रैल 2025 മുഖ്യ സന്ദേശ് ഖേൽകൂद स्वास्थ्य के लिए लाभदायक है. നാരെ എന്താണ്? നമുക്ക് കുറച്ച് വേർഡ് കൊടു സെന്റൻസ്. സ്വസ്ഥ ശരീർ സ്വസ്ഥ മൻ, റോസ് ഗേലോ സ്വസ്ഥ രഹോ, സ്വാസ്ഥ്യ ഹി ധൻ ഹെ. അപ്പോൾ 12 കഴിഞ്ഞു. ഇനി 13 ജൻ ജൻ കാ ചെഹറ ഈ കവിതയിൽ നിന്നുള്ള പങ്ക്തിയമാണ്. ഇത് വെച്ചിട്ട് 13, 14, 15ന്റെ ആൻസർ നമ്മൾ എഴുതണം. 13 गलियों की धूप एक इसका मतलब क्या है. 14 समान आशय वाली पंक्तियां कवितांश से चुनकर लिखे. 15 कवि और कविता का परिचय देते हुए कवितांश का आशय लिखे. അപ്പോൾ 13, 14, 15 നമുക്ക് നോക്കാം. 13 दुनिया भर के शोषित लोगों की स्थिति एक जैसी है. 14 एशिया की, യൂറോപ്പ് की, അമേരിക്ക की गलियों की धूप एक. 13ഉം 14ഉം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി 15ാമത്തതിൻ്റെ ആൻസർ ആണ് ജൻ ജൻ കാ ചെഹറ. ഇതൊരു കോഡ്സിൽ ഇട്ടോളൂ കേട്ടോ. ജൻ ജൻ കാ ചെഹറ കവിത गजानन माधव मुक्तिबोध द्वारा लिखित है. जन जन का चेहरा कविता मनुष्यता की सार्वभौमिक समानता पर केंद्रित है, जिसमें बताया गया है कि दुख और जीवन के अनुभव सभी लोगों के लिए एक समान होते हैं, चाहे वे कभी भी रहते हो. इस कविता में कवि ने दुनिया भर के लोगों के बीच समानता पर जोर दिया है.
कवि का कहना है कि चाहे लोग किसी भी देश प्रांत या शहर के हो, सभी के चेहरे एक जैसे होते हैं, अर्थात सभी मनुष्य मूल रूप से समान है। एशिया, यूरोप या अमेरिका की गलियों में पड़ने वाली धूप एक समान होती है, जिसका अर्थ है कि सभी लोग समान प्राकृतिक और जीवन के अनुभवों से गुजरते हैं। कष्ट, दुख और संताप के कारण चेहरों पर पड़ने वाली झुर्रियों का रूप भी एक जैसा ही होता है, जो दर्शाता है कि दुनिया भर में शोषित और पीड़ित लोगों की स्थिति और भावनाएं समान है। कविता का सार ये है कि भौगोलिक या सांस्कृतिक विविधताओं के बावजूद मानवता एक है और सभी के सुख दुख, आशाएं और पीड़ाएं एक दूसरे से जुड़ी हुई है. ഇതിൻ്റെയൊക്കെ മേലെ ഒരു ഇത് ആണ് കേട്ടോ, ചന്ദ്രക്കലയും കുത്തും വേണേ. അപ്പോൾ ഇതാണ്. അതിനുശേഷം 17ാമത്തെ ചോദ്യം. നമുക്ക് 16ൻ്റെ ഉത്തരം പറഞ്ഞില്ല. 16ൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ. നമുക്ക് ഇനി അടുത്തത് വരുന്നത് 16 മുതൽ 17 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. അപ്പോൾ നമുക്ക് गोदान मुंशी प्रेमचंद का प्रसिद्ध उपन्यास है. इसमें गोदान എന്നുള്ളത് കേട്ടോ मुंशी प्रेमचंद इसमें गरीब किसान होरी की कहानी है. होरीയുടെ कहानियाണ്. वह एक गाय पाने का सपना देखता है. उपन्यास में गरीबी, सामाजिक अन्याय, शोषण और ग्रामीण जीवन की कठोर सच्चाइयों का यथार्थ चित्रण किया गया है. ये प्रेमचंद की उत्कृष्ट कृति मानी जाती है. അപ്പോൾ ഇത് വെച്ച് 16ാമത്തെ ആൻസർ नीचे दिए प्रस्ताव पढ़े और सही विकल्प चुनकर लिखिए. ഇതിൽ ശരിയായത് 2ഉം 4ഉമാണ്. गोदान किसानों के जीवन पर आधारित रचना है. പിന്നെ 4 गोदान का प्रमुख पात्र होरी है. അപ്പോൾ ഇതാണ് റൈറ്റ്. 2ഉം 4ഉം സഹി है. ഓക്കെ, 16 ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ 13ഉം 14ഉം 15 പറഞ്ഞു. ഇനി 17 ലാസ്റ്റത്തെയാണിത്. कोष्टक के शब्दों की मदद से वाक्य विस्तार करें. വാക്യങ്ങളെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ്. ഹോറി കിസാൻ ഹെ ഇവിടെ ഉണ്ട്. ഹോറി ഗരീബ് കിസാൻ ഹെ. നായക് ഹോറി ഗരീബ് കിസാൻ ഹെ. ഗോദാൻ കാ നായക് ഹോറി ഗരീബ് കിസാൻ ഹെ. അപ്പോൾ 17 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഇനി ഇടുന്ന സബ്ജക്ട്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ കീ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.